അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൻ ലാ യർഹമുൻ നാസ ലാ യർഹമുല്ലാ. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവനോട് അള്ളാഹുവും കാരുണ്യം കാണിക്കയില്ല. മനുഷ്യൻ തികച്ചും സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും അതിലുപരി കാരുണ്യം കാണിച്ചും ജീവിക്കേണ്ടത് അനിവാര്യമാണ്. പരിശുദ്ധമായ ഈ റമദാനിൽ ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10 അറിയപ്പെടുന്നു. ഈ വിശുദ്ധ നാളുകളിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കാരുണ്യം കാണിച്ചുകൊണ്ടും ജീവിക്കാൻ, വ്രതമനുഷ്ഠിക്കാൻ, അതിലുപരി സൽക്കർമ്മങ്ങൾ നെയ്തെടുക്കാൻ സർവശക്തനായ നാഥൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പ്രോണിക്കിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ബെൻസി പ്രോണിക്കിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അദ്നാൻ. ഓക്കെ അദ്നാൻ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു? അദ്നാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എന്തൊക്കെയാണ് അദ്നാൻ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? എവിടെയാണ് അദ്നാൻ? പൊന്നാലെവിടെ? തമ്പ്രോട് ജംഗ്ഷനിൽ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം മുൻപ് വിളിച്ചത് കൊണ്ട് ക്വസ്റ്റ്യൻസിന്റെ രീതികളൊക്കെ അറിയായിരിക്കാം. ഓക്കെ ഓക്കെ. 3 ചോദ്യങ്ങളായിരിക്കും. 3-നും ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ്? ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ്? ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്തുൽ നിസാ, സൂറത്തുൽ ആൽ ഇംറാൻ, സൂറത്തുൽ ബഖറ. സൂറത്തുൽ നിസാ ഉറപ്പിക്കാം. ഏറ്റവും ദൈർഘ്യം കൂടിയ ആയത്താണ് കേട്ടോ. നിസാ തന്നെയാണ്. ആൽ ഇംറാൻ ഉറപ്പിച്ചു. അതിനാൽ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അതിനാൽ വീണ്ടും വിളിക്കണം. ഓക്കെ. ഉത്തരം അൽ ബഖറയാണ്, സൂറത്തുൽ ബഖറ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. ബെൻസി പ്രോണിക്കിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി. ഓക്കെ. മുഹമ്മദ് കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ സ്വസ്ഥം 10-67 വയസ്സായ ഒരു വ്യക്തിയാണ്. വീട്ടില് സ്വസ്ഥമായിട്ട് ഇപ്പോ വീട്ടിൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. സ്വസ്ഥമായിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 2 പുറത്തുണ്ട്. 2 പെൺകുട്ടികളാണ് പിന്നുള്ളത്. അവരൊക്കെ എത്തിച്ചയച്ചു. ഓക്കെ ഓക്കെ മാഷാ അല്ലാഹ്. എവിടെയാണ്? പൊന്നാലാണോ സ്ഥലം? പൊന്നാനി നെയ്തല്ലൂർ എന്ന് പറയും. നെയ്തല്ലൂർ. ഓക്കെ ഓക്കെ. നെയ്തല്ലൂരാണ് സ്ഥലം. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? 4ാമത്തെ നോമ്പാണല്ലോ. കുഴപ്പമില്ലാതെ. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? എങ്ങനെ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാമിലേക്ക്? കഴിഞ്ഞ കൊല്ലത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല, 1-2 ജയിക്കും, പിന്നെ തോൽക്കും, അങ്ങനൊക്കെ ആയിട്ട് പോയി. കുഴപ്പമില്ല. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും സമ്മാനം വായിക്കണം. ഓക്കെ. ചോദ്യങ്ങൾ അറിയാലോ അല്ലെ? 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 3 ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഖുർആനിലെ പ്രഥമ വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അല്ലെ? ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമില് എത്ര അക്ഷരങ്ങൾ ഉണ്ട്? ഓപ്ഷൻസ് 21, 18, 19, 16. 4 ഓപ്ഷൻ ഉണ്ട്. അതിലേതാണ് കറക്റ്റ് ആയ ഉത്തരം? ഓപ്ഷൻ 21, 18,
19, 16. 16. 16 ഉറപ്പിക്കാം. ഓക്കെ, ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. 16 അല്ല. ഓക്കെ, 19 ആണ് കറക്റ്റായ ആൻസർ. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹമ. ഷഹമ എവിടെ നിന്ന് വിളിക്കുന്നു? പുഴമ്പറം. ഷഹമ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഏതിനാ പഠിക്കുന്നത്? ഏതിനാ? 6th പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? MH പഠിക്കുന്നത്. എങ്ങനെയുണ്ട്? പരീക്ഷ ഒക്കെ ആയല്ലോ അല്ലെ? തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ പരീക്ഷ? എങ്ങനെയുണ്ട്? കഴിഞ്ഞ പരീക്ഷകളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ? നോമ്പിനെ ബാധിക്കുന്നുണ്ടോ? പഠനവും നോമ്പും കൂടി ഒരുമിച്ച് വന്നപ്പോ പ്രയാസം ഉണ്ടോ? തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് പ്രയാസം തോന്നുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഷഹമ? വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഇത്തവണ എന്തായാലും സമ്മാനം വാങ്ങിക്കണം. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, സിമ്പിൾ എന്നായിക്കോട്ടെ അല്ലേ? 6ാം ക്ലാസ് അല്ലേ? ചെറിയ ചോദ്യം തരാം. ഓക്കെ, ഇഞ്ചീൽ അറിയോ? വേദഗ്രന്ഥം അറിയോ? ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ. ഓക്കെ, ചോദ്യം പറയാം. ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം ഏത് പ്രവാചകനാണ് ഇറങ്ങിയത്? ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം ഏത് പ്രവാചകന് അവതരിക്കപ്പെട്ടതാണ്? ഓപ്ഷൻസ്: മൂസ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം ഉറപ്പിക്കാം. മൂസ നബി അലൈഹിസ്സലാം അല്ല ഷഹമ. ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു തന്നത് കേട്ടാ. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസീമ. നസീമ എവിടെ വിളിക്കുന്നു? പൊന്നാനി. എവിടെയാണ്? ചാണയിലാണ്. ഓക്കെ, നസീമ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? എന്ത് ചെയ്യുന്നു നസീമ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ ഓക്കെ. എന്താ നോമ്പിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? നോമ്പ് തുറയുടെയൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ? എന്താ സ്പെഷ്യൽ വിഭവം എന്തെങ്കിലും ഉണ്ടോന്ന്? സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങള് ഓക്കെ, എന്തായാലും സമൃദ്ധമാണ് അല്ലേ നോമ്പുതുറ? നോമ്പുതുറ സമൃദ്ധമാണ് നൃത്തം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഇത്തവണയും സമ്മാനം കൊണ്ടുപോകുന്നുള്ള വാശിയിലായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ചോദ്യത്തെ രീതിയെ കുറിച്ച് അറിയായിരിക്കും അല്ലെ? 3 ക്വസ്റ്റ്യൻസ് ആണ്. 3-ന് മറുപടി ആൻസർ പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. അറിയാലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ഇബ്ലീസ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ് പറയാം. 10, 11, 12, 13. ഓക്കെ, വെട്ടിക്കുറച്ചു. 13 വെട്ടിക്കുറച്ചു. 10, 11, 12. 12 തവണ ആണോ? ആണ്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കുറക്കാം അതിൽ നിന്ന് കേട്ടാ. 11 കറക്റ്റ് ആൻസർ.
ഓക്കെ ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഒരറിവ് കിട്ടിയല്ലോ. അതെ തീർച്ചയായിട്ടും. ഓക്കെ അസ്സലാമു അലൈക്കും. ഞാൻ മക്കളെ വിളിക്കാൻ വേണ്ടി. ഓക്കെ മക്കളെ കൊണ്ട് വിളിപ്പിക്കാം. മക്കളെ വിളിക്കട്ടെ, അവർക്കാണല്ലോ കൂടുതലേ ഒരു അറിവുകൾ ഉണ്ടാവട്ടെ. മക്കളെ വിളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ നമ്പർ കണ്ടപ്പോ വേഗം വിളിച്ചതാണ്. ഓക്കെ ഓക്കെ മക്കളെ കൊണ്ട് വിളിപ്പിക്കാം. മക്കൾ എന്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മക്കൾ ഒരാള് 2ാം ക്ലാസ്സിലോ ഒരാളെ എവിടെയാണ്? ഈശ്വരമംഗലം. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാ മക്കളോട് വിളിക്കാൻ പറയും. ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. ബെൻസി പോഴിക്കിളിക്ക് അവതരിപ്പിക്കുന്ന ഷഹൂർ റമദാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സാവിത്രി. ഓക്കെ സാവിത്രി എവിടെ നിന്ന് വിളിക്കുന്നു? വട്ടംകുളം. ഓക്കെ സാവിത്രി എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. ഓക്കെ മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിരുന്നോ? സമ്മാനം കിട്ടിയിരുന്നു. ഓക്കെ 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 സാവിത്രി അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാ എന്തായാലും പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയാതിരിക്കാം. അല്ല 3 ചോദ്യം ഉണ്ടാവുള്ളൂ. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും. ഓക്കെ എന്തായാലും വേണ്ടില്ല. പിന്നെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ സാവിത്രി എന്ന പേര് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം ഇങ്ങനെയുള്ള കോളുകൾ വല്ല അപൂർവമാണ്. ഓക്കെ എന്താണ് ഇങ്ങനെ ഒരു കോൾ വിളിക്കാനുള്ള പ്രചോദനം? ഞാൻ ISSല് വർക്ക് ചെയ്യുമ്പോ ഖുർആൻ പഠനം, ഹദീസ് അങ്ങനെ പുസ്തകങ്ങളുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ. അത് വായിക്കാറുണ്ട്. അവരുടെ പരീക്ഷ ഞാൻ എഴുതി നോക്കാറുണ്ട്. അപ്പൊ പാസ് മാർക്കൊക്കെ കിട്ടാറുണ്ട്. അത് കാരണം മാഷാ അല്ലാ വളരെ നല്ല കാര്യമാണ്. ഓക്കെ താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലെ? ഖുർആൻ പഠനം ഹദീസൊക്കെ വായിച്ച് പരീക്ഷ സ്വയം എഴുതാറുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് അറിവുകൾ നേടാന്നുള്ളത്. ഓക്കെ ഓക്കെ എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. സിമ്പിൾ ആവണോ കുറച്ച് ടഫ് ആക്കണോ? ഓക്കെ 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 എന്തായാലും സിമ്പിൾ എന്നായിട്ട് തുടങ്ങാം. ഖുർആന്റെ ഭാഷ അറബിയാണ്, അറിയാലോ. ഈ അറബി ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഓപ്ഷൻസ് പറയാം. 26, 27, 28, 29. മലയാളത്തിലൊക്കെ ഉള്ള പോലെ തന്നെ എത്ര അക്ഷരങ്ങളുണ്ട്? അതെ 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 28. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ പ്രവാചകന്മാര് 4 പേർക്കും 4 വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിരുന്നു. ഓക്കെ തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. ഇതില് ആദ്യമായി ഇറങ്ങിയ വേദഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായി ഇറങ്ങിയ വേദഗ്രന്ഥം ഖുർആനാണോ, ഇഞ്ചീലാണോ, സബൂർ ആണോ, തൗറാത്ത് ആണോ? ഭാഷയിലല്ല, ആദ്യമായി ഇറങ്ങിയത്, ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഏത്? തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. അതെ 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 രണ്ടെണ്ണം. ആദ്യത്തെ രണ്ടാ എയും ബിയും ഒന്ന് പറയുമോ? അത് ക്ലിയർ ആവുന്നില്ല. എ തൗറാത്ത്, സി ഇഞ്ചീല്.
തൗറാത്ത്, ഇഞ്ചീൽ, ഇതിലേതെങ്കിലും ആണോ? അതിലാണോ സംശയമുള്ളത്? ആദ്യത്തേത് തൗറാത്താണോ? ഓക്കെ, തൗറാത്ത് ഉറപ്പിച്ചു. ഉറപ്പിക്കാം. തൗറാത്ത് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് സാവിത്രി ടീച്ചർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി അവസാനമായി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. ഇല്ല, ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പഠിച്ച സഹായിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഖുർആനിലെ ജുസ്ഉകളുടെ എണ്ണം, വിശുദ്ധ ഖുർആനിൽ എത്ര ജുസ്ഉകൾ ഉണ്ട് എന്നുള്ളതാണ്. ജുസ് എന്ന് പറയും, ഓരോ പോർഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്. എത്ര പോർഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ജുസ്ഉകൾ ഉണ്ട്? അധ്യായമല്ല, ഓരോ ചാപ്റ്റർ അല്ല, സൂറത്തുകളല്ല, ജുസ്ഉകൾ എത്ര വിശുദ്ധ ഖുർആനിൽ? എത്ര ജുസ്ഉകൾ ഉണ്ട്? മൊത്തം അല്ല. ഉറപ്പിച്ചോ? 42 അല്ല. 42 ഇല്ല, അത്രക്കില്ല. 30 ഉറപ്പിച്ചോ? 30 ആയാലും പറഞ്ഞെന്നാണോ? അടുത്ത ആളുണ്ടോ? അടുത്ത ആരെയിലുണ്ടോ 30 പറഞ്ഞേ? മകളുണ്ട്. ഓക്കെ, 30 ഉറപ്പിച്ചു. 30 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അതെ അതെ, പഠിച്ച സഹായിച്ചു അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമ്മാനാർഹയാണ് സാവിത്രി ടീച്ചർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, വീണ്ടും വിളിക്കണം. ഓ, തീർച്ചയായിട്ടും ഇവിടുന്ന് വിളിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബെൻസി പ്രോലികളിലേക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: ഡിഗ്രി, ഡിപ്ലോമ, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക് ആൻഡ് കാർഗോ, കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം,
അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാറ്റ ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com. Your reliable travel partner. ബെൻസി പ്രോണിക്കലി അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മർജാൻ. ഓക്കെ, മർജാൻ എവിടെ വിളിക്കുന്നു? പൊന്നാല. എവിടെയാണ് മർജാൻ? എവിടെയാണ്? ബോയ്സ് സ്കൂളിന്റെ അടുത്താണ്. ഓക്കെ, മർജാൻ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ തോന്നുന്നുണ്ടല്ലോ. ഏത് ക്ലാസ്സിലാ? 6ലാണ്. ഏത് സ്കൂളിലാ? ISS മർജാൻ പഠിക്കുന്നത്. ഓക്കെ, മർജാൻ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് പോകുന്നു. 4 നോമ്പ് എടുത്തിരുന്നോ? എടുത്തിരുന്നു അല്ലെ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു മർജാൻ? വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, എന്തായാലും നന്നായിട്ട് ഉത്തരം പറയണം, സമ്മാനം വാങ്ങിക്കണം. ഓക്കെ, ക്വസ്റ്റ്യന്റെ രീതി ഞാൻ പറയാം. 3 ചോദ്യങ്ങളായിരിക്കും. അതില് ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻസ് പറയും. ഓക്കെ, മൂന്നാമത്തിനും ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3നും ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ഓക്കെ, വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? എത്ര സൂറത്തുകളുണ്ട് എന്നർത്ഥം. ഓപ്ഷൻസ്: 115, 118, 114, 110. ഓപ്ഷൻസ്: 115, 118, 114, 110. ഖുർആനിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം. 115, 118, 114, 110. അതെ അതെ, എത്ര അധ്യായങ്ങളുണ്ട്? ഖുർആനിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 115 ആണോ, 118 ആണോ, 114 ആണോ? 114 ആണ്. ഉറപ്പിക്കാം. ഓക്കെ, 114 കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാചുലേഷൻസ്. ഹലോ, ആ സന്തോഷം ഒന്നും കാണാഞ്ഞല്ലോ. ഒന്നാമത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക. ചോദ്യം: എല്ലാ ആയത്തുകളിലും
ദാല് കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത്. എല്ലാ ആയത്തുകളും ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ എല്ലാ ആയത്തിന്റെ അവസാനവും ദാല് കൊണ്ടാണ് അവസാനിക്കുന്നത്. ഓപ്ഷൻസ്: സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ നാസ് ആണോ, സൂറത്തുൽ ഫലഖ് ആണോ, സൂറത്തുൽ ഇഖ്ലാസ് ആണോ? ദാൽ കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത്. സൂറത്തുൽ ഇഖ്ലാസ്. ഓക്കെ, സൂറത്തുൽ ഇഖ്ലാസ് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. ഖുർആൻ ഇല്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. ഖുർആനിൽ ഇബ്ലീസ് എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് എന്ന പദം. അതെ അതെ, യെസ്. സമയം പരിമിതമാണ്, വേഗം പറയണം. ക്ലൂ ബിലോ 50 ആണ്. 15 താഴെയാണ്. 15 താഴെയാണ്. ഹലോ മർജാൻ, പറയൂ. 10 15. ഓക്കെ, 10 15 ഇടയിലാണ്. ഇനി ക്ലൂ ചോദിക്കരുത്. ഓക്കെ, സമയം ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്, വേഗം പറയണം. ഹലോ മർജാൻ, പറയൂ. 14 ഇല്ല, 14 തെറ്റായ ആൻസർ ആണ്. 11 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മർജാൻ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പ്രോലിക്കലിക്ക് അവതരിപ്പിക്കുന്ന ഷഹൂർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആസിയ. ഹലോ, ആസിയ ആണോ? ആസിയ. ഓക്കെ, ആസിയ എവിടുന്ന് വിളിക്കുന്നു? പട്ടംകുളത്ത് വിളിക്കുന്നു. ഓക്കെ, ആസിയ എന്ത് ചെയ്യുന്നു? എവിടെ പഠിക്കുന്നത്? മോഡേണില്. പരീക്ഷ എങ്ങനെയായിരുന്നു മോളു? എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ, നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ട്. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാമിലേക്ക്? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഈ പ്രോഗ്രാമിലേക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിലെ ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻസ് പറയും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, 3നും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ ആസിയ, ഒന്നാം ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അലിഫ് ലാം മീം. ഓക്കെ, അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? വിശുദ്ധ ഖുർആനിൽ അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ ഉണ്ട്? ഓപ്ഷൻസ്: 3, 6,
7, 10. 3 ഉറപ്പിക്കാം. ഓക്കെ, സോറി ആസിയ, ഉത്തരം തെറ്റാണ്. 6 ആണ് ശരിയായ ഉത്തരം. ഓക്കെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പ്രോനിക്കലിക്ക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? സമീറ. ഓക്കെ, സമീറ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനി എവിടെയാണ്? ഓക്കെ, സമീറ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, സമീറ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാമിലേക്ക്? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ രീതി പറയാം. 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ 3 എണ്ണത്തിനും കറക്റ്റായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരായിരുന്നു? ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരായിരുന്നു? ഓപ്ഷൻസ്: ആയിഷ റളിയല്ലാഹു അൻഹ, മറിയം ബീവി, ഫാത്തിമ റളിയല്ലാഹു അൻഹ. മറിയം ബീവി കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹുദൈബിയ സന്ധിയിലെ കരാർ എഴുതിയത് ആരായിരുന്നു? ഹുദൈബിയ സന്ധിയിലെ കരാർ ഉണ്ടായിരുന്നു. ആ കരാർ എഴുതിയത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇവരിൽ ആരാണ് ഹുദൈബിയ സന്ധിയിലെ കരാർ എഴുതിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തെറ്റായ ആൻസർ ആണല്ലോ. ഓക്കെ, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു കറക്റ്റായ ആൻസർ. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പൊളിനിക്കലിക്ക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണും വരേക്കും മാസ്സലാമ.